വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി 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 കയറി. അയ്യോ ഇതിൽ എന്നെ കൂട്ടലിടാ എന്റെ കൊച്ചുമക്കളൊക്കെ ഇരിപ്പുണ്ട്. എന്റെ കുഞ്ഞുമക്കളൊക്കെ വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. സൂപ്പർ. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി എന്നിട്ട് വണ്ടി കുന്ന് കയറി അതല്ലേ 2 പ്രാവശ്യം പറഞ്ഞു. കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. ആരാട്ട് പാട്ട് പോലെ ഞാൻ മടിക്കണം ഉറങ്ങും. ഇവർ രണ്ടുപേരാണ് കുറച്ച് സ്പീഡിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ നിനക്ക് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് എന്റെ കൺഫ്യൂഷൻ. വേറൊരു സാധനം പറയുക. വേറെ ഇതുപോലത്തെ ആളെയാ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം പറയാ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. 2 പ്രാവശ്യം പറഞ്ഞു. ഇവിടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. താങ്ക് യു സോ മച്ച്. ഇവർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കാം നമുക്ക്. നന്നായിട്ടുണ്ടരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ് നൽകുന്ന ഒരു കിടിലം സമ്മാനമാണ് വണ്ടി കുന്നുകയറി ചേട്ടാ. നന്ദിനി സൂര്യ പെയ്തൊഴിയാതെ സീരിയലിൽ ചാരുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണ്? പറഞ്ഞു. ആരാണ്? മാമൻ. മാമൻ. കറക്റ്റ് ആൻസറാ. ഡീപൂൾ കാർ ഷാമ്പു നൽകുന്ന ഒരു സമ്മാനം. നല്ലൊരു കൈ കൊടുക്കൂ. മാംഗല്യം തന്തുനാനനെ സീരിയലിലെ നിധിയുടെ സഹോദരന്റെ പേര് എന്താ ചേച്ചി? നിഖിൽ. നിഖിൽ is the right answer. കൈ കൊടുക്കാം. മുംതാസ് ഗോൾഡ് പ്രീമിയം ക്വാളിറ്റി ബിരിയാണി റൈസ് നൽകുന്ന ഒരു കിടിലം സമ്മാനമാണ് നിഖിൽ ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഫാത്തിമ ചേച്ചിയോട് മത്സരിച്ച് ഈ വിജയനെ മലർത്തിയടിക്കാനേ വരുന്നു എന്റെ ടീമിലേക്ക് അന്നലക്ഷ്മി. വെൽക്കം ടു ദി ഷോ. യെസ്, പറയൂ, എന്ത് ചെയ്യുന്നു അന്നലക്ഷ്മി? ഹരിതകർമ്മസേന. കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാൻ, ഹസ്ബൻഡ്, 2 മക്കളുണ്ട്. അപ്പൊ അന്നലക്ഷ്മി റെഡി ആയിരിക്കാണ് മത്സരിക്കാൻ. അതെ. എന്റെ പ്രിയപ്പെട്ട അരീക്കാട് പാത്തുമ്മ ചേച്ചി കിട്ടിയിരിക്കുന്നത് 1, 2, 3, 4 രൂപയുടെ സമ്മാനമല്ല, മറിച്ച് 50,000 രൂപയുടെ 1.5 ലക്ഷം രൂപയുടെ സമ്മാനമാണ് നേടിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്ന ലെവൽ 5ൽ നിങ്ങൾ വിജയിച്ചാൽ ലഭിക്കുന്നു 75,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ. 75,000 rupees. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സമ്മാനങ്ങളുടെയൊക്കെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു 25,000 രൂപ വിലമതിക്കുന്ന ഒരു AC. സെറ്റപ്പ് കണ്ടല്ലോ അല്ലേ? സെറ്റപ്പ് എല്ലാരും കണ്ടല്ലോ. നിങ്ങൾ ആ ബക്കറ്റിലേക്ക് ഓരോ ബോട്ടിൽസ് ആയിട്ട് എടുത്ത് നിറക്കുക. 1 at a time. ഒരു സമയത്ത് ഒരു ബോട്ടിൽ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അവിടുത്തെ ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ ആ ലൈനിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഈ ബോട്ടിൽസ് മുഴുവൻ ആദ്യം ഫിനിഷ് ചെയ്യുന്നത് അവരായിരിക്കും ജയിക്കാൻ പോകുന്നത്. കിട്ടാൻ പോകുന്നത് 75,000 രൂപ വിലമതിക്കുന്ന സമ്മാനമാണ്. Your time starts now. ഓടിക്കോ. ഓടിക്കോളൂ. രണ്ടാമത്തെ ഓടിക്കോ. വെരി ഗുഡ്. എടുത്തോ. വെരി ഗുഡ്. വെരി ഗുഡ്. താഴെ വീണാൽ സാരമില്ല. ഗെയിം കണ്ടിന്യൂ ചെയ്തോ. യെസ്. അങ്ങനെ ഇവൻ ഇത്രയും നേരം അവന്റെ കുടുംബസ്വത്തായി വെച്ചിരുന്ന 75,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ ഒരൊറ്റ ഗെയിം വിജയിച്ചുകൊണ്ട് തട്ടിയെടുത്തിരിക്കുകയാണ് അന്നലക്ഷ്മി. നമ്മുടെ ചേച്ചിക്ക് ഒരു കുഴപ്പം പറ്റി എന്താന്ന് വെച്ചാലേ, വരണേന് മുമ്പേ കനത്തിലൊരു ബിരിയാണി അങ്ങോട്ട് ഇറക്കി വിട്ട് വയറിലോട്ട്, അല്ലേ? അതങ്ങോട്ട് കേറി കുഴഞ്ഞു മറിഞ്ഞുകൊണ്ട് അങ്ങോട്ട്. അല്ലേ? ഞങ്ങളുടെ അന്നലക്ഷ്മി ഓടി അങ്ങ് കഷ്ടപ്പെട്ട് ജയിച്ചത് കൊണ്ടല്ല. ഞങ്ങൾക്ക് ബിരിയാണി കിട്ടിയിട്ടില്ല. ഫസ്റ്റ് എപ്പിസോഡ് കെട്ടോൻ ബിരിയാണി കൊണ്ട് തരാന്നപ്പോ എനിക്ക് തന്നിട്ടില്ല. ഓർമ്മ മനസ്സിലായില്ലേ? ഓർമ്മ ഉണ്ടോ? നിനക്ക് ഓർമ്മ ഉണ്ടോ? എനിക്ക് ഇല്ലല്ലോ.
ഈ സെലക്ഷൻ സമയത്ത് പറഞ്ഞില്ലേ നാഗലെ വലിയാവാൻ ഓ അതിപ്പോഴാണ് ഓർമ്മ വന്നു. ഇപ്പൊ ആകെ നാഗവല്ലി വന്നു. മനസ്സിലായേ? നിന്നെ my കടിച്ചു God. കൊന്ന് ഒന്ന് രക്തത്തെ കുടിച്ചിടും. മിണ്ടാണ്ടിരി നീ. എന്നാലും ഈ ലെവലിൽ വന്ന് എന്റെ രക്തമെല്ലാം ഊറ്റിട്ട് പോയിട്ടല്ല